ഇന്നലെ രാത്രി ലൈവിൽ ഒരാൾ റൂം മാറിക്കിടന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ യമുനയാണ്. യമുന രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ നമ്മുടെ ഗബ്രിയും ജാസ്മിനും യമുനേൻ്റെ അടുത്തുള്ള ബെഡിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ യമുന പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റപ്പോൾ രണ്ടാളുണ്ട് ഒരു ബെഡിൽ. യമുന ഒന്ന് തെറ്റിദ്ധരിച്ചു. അപ്പോൾ യമുന അവിടുന്ന് മെല്ലെ എഴുന്നേറ്റിട്ട് അടുത്ത റൂമിലേക്ക് പോയി. നമ്മുടെ മുടീൻ്റെ റൂമിൽ പോയിട്ട് പറഞ്ഞു, ഞാൻ പലതൊക്കെ കണ്ടു, അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരിക്കാൻ കഴിയുന്നില്ല, അങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മുടിയൻ പറഞ്ഞു, ചേച്ചി അത് നോക്കണ്ട, ഞാൻ അതൊന്നും അല്ല, ഇവിടെ വേറെ പലതും നടക്കുന്നുണ്ട്, ചേച്ചി അത് ശ്രദ്ധിക്കേണ്ട, പോയി കിടന്നോളൂ എന്നൊക്കെ പറഞ്ഞു. യമുനയ്ക്ക് അതൊരു കംഫർട്ടായി തോന്നിയില്ല. കാരണം അവരെപ്പോലുള്ള ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾ അവിടെ മറ്റ് രണ്ടുപേര് സ്വകാര്യമായിട്ട് സംസാരിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, അതൊന്നും യമുനയ്ക്ക് അങ്ങോട്ട് ഇതായില്ല. അങ്ങനെ യമുന അങ്ങോട്ട് പോയില്ല. അപ്പോൾ ഒരാളുടെ ഉറക്കം വരെ കെടുത്തിയിട്ടാണ് ഇപ്പോൾ അവിടെ സംസാരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവരാരും ഇത് ഗെയിമിലേക്ക് എടുത്തിരുന്നില്ല. നല്ലൊരു ഗെയിമിലേക്ക് എടുത്തിട്ട് അടിച്ച് ഇരുത്താൻ പറ്റുന്നൊരു ടോപ്പിക്കായിരുന്നു. പക്ഷേ അവരെ നല്ല മനസ്സുകൊണ്ടോ എന്തോ അറിയില്ല, ഇവരാരും ഇത് ഗെയിമിലേക്ക് എടുക്കുന്നില്ല. ഇന്നലെ രാത്രി സംഭവിച്ച കാര്യം ഇതാണ്. യമുനയുടെ ഉറക്കവും അങ്ങനെ പോയി.